ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയൊരു വിരുന്നിൻ്റെ വ്ളോഗൊക്കെ കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ അടിക്കുക, പിന്നെ അതുപോലെ ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ആർക്കെങ്കിലും വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് കാണാൻ പറയുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോക്ക് പോയാലോ? അപ്പോൾ അതിക്ക് ഞാൻ ഒരു 9 മണി കഴിക്കണ എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ്. ഒരു മക്കളൊക്കെ സ്കൂൾ പോയതിൻ്റെ ശേഷമാണ് ഞാൻ പോയിക്കണത്. പിന്നെ വൈകുന്നേര പരിപാടിയാണ്, 4 മണിക്കാണ്. ചെറിയൊരു വിരുന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കേണ്ട അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ പിന്നെ അവരെ അമ്മായിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം, അളിച്ചൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അങ്ങനെ ഞാൻ ചെന്ന് അങ്ങനെ ഞാൻ എടുത്ത് മുന്നേരത്തൊക്കെ ഒന്ന് പോയി നിന്നാൽ പളിച്ച് കുട്ടിക്ക് കഞ്ഞി കൊടുത്തുങ്ങാണ്ട് ഓള് കുട്ടീനെ ഉറക്കാൻ പോയിക്കണേ. അങ്ങനെ പിന്നെ കിച്ചണിക്ക് വന്ന് അങ്ങനെ ഉമ്മ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാനാണ്. അങ്ങനെ ഉമ്മ കുറച്ച് തേങ്ങ ഒക്കെ വറുത്തരക്കാൻ വേണ്ടി ഇങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ചിക്കൻ കായം തേക്കാൻ വേണ്ടി മസാല ഒക്കെ തയ്യാറാക്കിയിട്ട് അത് റെഡിയാക്കി വെച്ചിക്കണം. അങ്ങനെ കറിക്കുള്ള ചിക്കനാണ് അതൊക്കെ റെഡി ആക്കണേ. പിന്നെ ഇനി പൊരിക്കാനുള്ള ചിക്കൻ അവിടെ വേറെ വെച്ചിക്കണം. അങ്ങനെ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഞാൻ പോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ചിക്കന് വേഗം മസാല ഒക്കെ പൊറ്റിങ്ങാണ്ട് അത് വേറെ വെച്ച് പിന്നെ ഉമ്മ തേങ്ങ വേഗം കുറച്ച് വറുത്തുങ്ങാണ്ട് എടുക്കുന്നുണ്ട്. ചിക്കൻ കറിയും പിന്നെ അതുപോലെ ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ പൊരിച്ചതും പിന്നെ പത്തിരിയും ചപ്പാത്തിയും പൊറാട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് കാണിച്ചത്. അങ്ങനെ പിന്നെ ഉമ്മ വേഗം പത്തിരിക്കുള്ള മാവൊക്കെ വാട്ടിക്കാണ്ട് ഉമ്മ കുഴക്കണുണ്ട്. അപ്പുറത്ത് എല്ലാവരും ഉണ്ട്, എല്ലാവരും പാടെ കണ്ടിട്ട് ചെയ്യണത്. ഇളച്ചി ഉമ്മി എല്ലാവരും ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ തയ്യാറാക്കി. അങ്ങനെ പിന്നെ നാത്തും വന്ന് അങ്ങനെ ഓള് പത്തിരി പരത്താൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് പത്തിരി വല്ലാതെ അങ്ങോട്ട് പരത്താൻ നിശ്ചയില്ല, അത് കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് പത്തിരി ഞാൻ ബ്രഷുമ്മലാക്കിയാണ് പിന്നെ ഒന്ന് പരത്തലാണ്. അപ്പം ആകുമ്പോൾ ഇതില്ല, അപ്പോൾ ഒരു ആക്കാൻ തന്നെ. അങ്ങനെ എൻ്റെ ഇളച്ച് തേങ്ങ അരക്കണുണ്ട്. ഞാൻ അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ അടക്കം ഒന്ന് പോയി. അപ്പോൾ അമ്മായിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഉമ്മയൊക്കെ പത്തിരിയൊക്കെ ഇതാക്കുകയാണ്. അങ്ങനെ ഓരോ പണിയിലാണ് എല്ലാവരും. അങ്ങനെ പിന്നെ നാത്തൂന് പത്തിരി ഇതാ പരത്തിങ്ങാണ്ട് വെക്കണുണ്ട്. ഓള് കട്ടില്ലാതെ പരത്തണം, എനിക്കതുപോലെ നിശ്ചയില്ല. അപ്പോൾ ഞാൻ ആ പാകത്ത് പോയിട്ടില്ല. ഞാൻ വേഗം ചിക്കൻ ഇതേപോലെ കറിയൊക്കെ വെക്കാൻ നിന്ന്. അങ്ങനെ ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കണം. എല്ലാ പൊടികളൊക്കെ ഉള്ളിയൊക്കെ നല്ല വാടിക്കണം കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കനൊക്കെ ഇട്ട് അങ്ങനെ വേവിച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ കറിയൊക്കെ തയ്യാറായി. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഫുൾ. അങ്ങനെ പിന്നെ തേങ്ങ കഴിച്ച് കറിയൊക്കെ തയ്യാറാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം വേറെ പണിക്ക് നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പിന്നെ ചിക്കൻ പൊരിക്കാൻ നിന്ന്. അങ്ങനെ അത് ചിക്കൻ കുറച്ച് എടുത്തിട്ടാണ് പൊരിക്കണത്. അങ്ങനെ അത് പൊരിക്കൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, ആ വീഡിയോ ആണ്. അങ്ങനെ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഒരു അടുപ്പ് പിന്നെ ഇങ്ങനെ നമ്മൾ രാവിലെ തൊട്ടിട്ടുള്ള ഇതല്ല. അപ്പോൾ പിന്നെ ഒന്നാകെ കഴുകാച്ചിട്ട് ഫസ്റ്റ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബീഫ് ഇത് വേവിച്ച് വെച്ചിങ്ങനെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തീ പുറത്തേക്കൊക്കെ വന്നിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനവിടെ പോയപ്പോൾ എൻ്റെ അമ്മായി ബീഫ് വരട്ടാനുള്ള സാധനത്തികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗമൊക്കെ നോക്കി ചിക്കനുമ്മക്കാണ് ഞാൻ എൻ്റെ ഇതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ വേഗം എല്ലാ പണികളൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചപ്പാത്തിൻ്റെ പാക്കറ്റ് കുറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ ചൂടുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെയുള്ള വീഡിയോ ഒക്കെ. അങ്ങനെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നീട് നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് പിന്നീട് അറിയിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റിൽ എന്നോട് പറയണം ഇഷ്ടമായിക്കണമെന്നുള്ളത്. അപ്പം ഇനി എല്ലാവരും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരി. അങ്ങനെ പിന്നെ ഞാനിതിൽ കുറച്ചൊരിത് ആഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരു ദിവസം തിരൂർ പോയപ്പോൾ ഞങ്ങൾ വെറുതെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ആ വീഡിയോ ഇതിൽ ഞാൻ വെറുതെ ആഡ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ അവസാനിച്ചിരിക്കണം കേട്ടോ, അത്ര തന്നെ ഉള്ളൂ.